ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെമഡിയാണ്. ചുമക്കും അതുപോലെ തന്നെ കഫക്കെട്ട്, പനി അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കാലാവസ്ഥ മാറി വരുന്ന സമയത്ത് പനിയും ജലദോഷവും കഫക്കെട്ടും എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ്. അതുപോലെ തന്നെ ശരീരവേദന അങ്ങനെയൊക്കെ വരാറുണ്ട്. ഒരു പനിയൊന്ന് പോയി കഴിഞ്ഞാൽ ശരീരവേദന, അതിനൊക്കെ നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആക്കാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നോക്കിയാലോ. ഇതിനാവശ്യമുള്ള സാധനം നമ്മൾ കിച്ചണിലുള്ള ചെറിയ ഉള്ളി വേണം, അതുപോലെ തന്നെ ഇഞ്ചി വേണം, അതുപോലെ തന്നെ കുരുമുളക്. പിന്നെ വേണ്ടത് തുളസി ഇല, അതുപോലെ തേനാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം എന്തെങ്കിലും ഇടിക്കല്ലോ എന്തെങ്കിലും കുത്താൻ ആവശ്യമുള്ള എന്തെങ്കിലും ഗ്ലാസ്സിലായാലും എങ്ങനെയെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ഒരു ഇടുക്കലിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അളവൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഞാനിപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മക്കൾക്ക് ചെറിയ ഇൻഫെക്ഷനുണ്ട്, ചുമക്കയുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉള്ളി എടുത്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ആ ഉള്ളി ഒരു ചെറിയ കോട്ടൺ തുണി ഇട്ടിട്ട് നമുക്ക് എളുപ്പത്തിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റും. നന്നായി പിഴിഞ്ഞെടുക്കാം. ഇതിനു മുമ്പ് നല്ല ഹോം റെമഡീസ് വീട്ടിൽ ചെയ്യാൻ പറ്റിയ നല്ല ഹോം റെമഡീസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ പോയി കണ്ടു നോക്കാം. ഉള്ളി നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ തൊണ്ടയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ, ജലദോഷം, ചുമക്ക, കഫക്കെട്ടിനൊക്കെ നല്ലൊരു ഒറ്റമൂലി തന്നെയാണ് ഉള്ളി. ഇതുപോലെ ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് കൽക്കണ്ടയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്ന ആളൊക്കെ ഉണ്ട്. ഇതാ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ഇതുപോലെ തന്നെ കുത്തി നന്നായിട്ട് നീരെടുത്തെടുക്കാം. അതുപോലെ തന്നെ ഒരു കോട്ടൺ തുണിയിലിടാം, നീരെടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് എല്ലാം സെയിം അളവിലാണ്. ആദ്യം എല്ലാത്തിൻ്റെയും നീരെടുത്ത് വെക്കാം. എന്നിട്ട് എല്ലാം ഒരേ അളവിൽ നമുക്ക് മരുന്നുണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും കഫക്കെട്ട് മാറാനൊക്കെ നല്ലൊരു ഒറ്റമൂലിയാണ് ഇഞ്ചി. ഇനി അടുത്തത് വേണ്ടത് തുളസിയിലയാണ്. തുളസിയില നമ്മൾ ആയുർവേദിക്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് തുളസിയില. തുളസിയില വെറുതെ കഴിച്ചാൽ തന്നെ ചുമക്കും ജലദോഷത്തിനൊക്കെ നല്ല കുറവുണ്ടാവും. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും പിന്നെ തൊണ്ടയിലെ കിച്ച് മാറാനും ഒക്കെ എഫക്റ്റീവായ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാനും പറ്റും. അടുത്തത് വേണ്ടത് ഇതാ കുരുമുളകാണ്. കുട്ടികൾക്കാണെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ പൊടിച്ചെടുക്കുന്നേ ഉള്ളൂ. കുറച്ച് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, മക്കൾക്കായതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ തിപ്പല്ലി യൂസ് ചെയ്യുന്നെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇതാ ഓരോ മരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. തുളസി നീര്, ഉള്ളിനീര്, ഇഞ്ചി നീര്, അതുപോലെ തന്നെ തേൻ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ മിക്സ് ചെയ്യേണ്ടത് നോക്കാം. ഞാനിപ്പോൾ എല്ലാം തന്നെ ഒരേ അളവിൽ ഇതാ തുളസി നീര് ആദ്യം അളന്നെടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം തന്നെ ഒരേ അളവിലാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് 3 നേരം വെച്ച് 3 ദിവസം മാത്രം കഴിച്ചാൽ മതി. നല്ല എഫക്റ്റീവാണ്. ഉണ്ടാക്കി നോക്കാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ച് തേൻ അധികം ഒഴിക്കാം. അതുപോലെ തേൻ വേണ്ടാത്തവരാണെങ്കിൽ പനങ്കൽക്കണ്ടം യൂസ് ചെയ്താലും നല്ല ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ തേൻ വേണ്ടാത്തവർ, ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിൽ തേൻ ഒഴിവാക്കാം. ഇതുപോലെ തന്നെ നീര് മാത്രം കഴിച്ചാൽ മതി. നല്ല എഫക്റ്റീവാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 3 നേരം വെച്ചിട്ട് 3 ദിവസം കഴിച്ചാൽ തന്നെ നല്ല റിസൾട്ട് കാണാൻ പറ്റും. എൻ്റെ മക്കൾക്ക് നല്ല റിസൾട്ടാണ് കഴിച്ചാൽ. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.